ഹായ് ഓൾ, ദിസ് ഇസ് പ്രിയ സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ ഊട്ടിൻ്റെ വിശേഷങ്ങൾ പെയിൻറ്റിംഗ് ഉണ്ട്. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നൈറ്റാണ് ഊട്ടിയിലെത്തുന്നത്. അപ്പോൾ നൈറ്റ് നമ്മൾ വേറെ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഷോപ്പിങ്ങിന് മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം മോർണിംഗ് നമ്മൾ എണീച്ച് ലവ്ലേട്ട് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. ഊട്ടിയിൽ അന്ന് രാവിലെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറേ വൈകി മഴയൊക്കെ തോർന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ പ്ലേസ് കണ്ടുപിടിക്കാൻ പോയത്. അപ്പോൾ അവിടെ നല്ലൊരു വ്യൂ ആണ്. പക്ഷെ നമ്മൾ കാലാവസ്ഥ ചതിച്ചുകൊണ്ട് നമുക്ക് ട്രെയിനും കാര്യങ്ങളും കാണാനോ കയറാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊന്ന് ബ്ലോക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടോ. അവിടെ ആൾക്കാരും ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. ഒരു സ്റ്റേഷൻ മാസ്റ്റർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം മുകളിലേക്ക് നമ്മൾ പോയി നീലഗിരി മലേൻ്റെ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ നല്ലൊരു വ്യൂ തന്നെയായിരുന്നു അവിടെ നിന്ന് കിട്ടിയത്. അവിടെ നിന്ന് നേരെ നമ്മൾ ഗാർഡനാണ് കാണാൻ പോയത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള റോസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് അതൊന്നും പറിക്കാനുള്ള റൈറ്റ്സ് ഇല്ല അവിടെ നമുക്ക് ഇത് പറിച്ചാൽ നമുക്ക് ഫൈൻ അടക്കേണ്ടി വരും. അപ്പോൾ ഒന്നും പറിക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ എല്ലാം പറിക്കട്ടെ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെടികൾ. അത് എന്ത് ഭംഗിയാണ്. നമുക്ക് എത്ര ശ്രമിച്ചാലും നമ്മളൊന്ന് വീട്ടിലേക്കൊന്നും ആക്കാനേ പറ്റും തോന്നില്ല. അത്രയും നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ രാവിലെ മോർണിംഗ് ആണ് എത്തിയത്. അപ്പോൾ ആ ഒരു ടൈമിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അതൊക്കെ കാണാൻ പറ്റി. കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു ഭംഗി ഇങ്ങനെ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾ റോസ് ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മോർണിംഗ് തന്നെ പോവുക. ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ബ്രെയിൻ ആലോചിക്കാൻ സമയം കൊടുക്കാൻ പാടില്ല. എന്തായാലും പോവുക. നല്ലൊരു വ്യൂ തന്നെയാണ്, പ്രത്യേകിച്ച് മോർണിംഗ്. അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. മോർണിംഗ് പോയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പക്ഷേ നല്ല ആൾക്കാരുണ്ടായിരുന്നു. നല്ല ആൾക്കാരല്ല, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റോസ് ഗാർഡനിൽ പോയ പോലത്തെ ഒരു അവസ്ഥയല്ല ഉണ്ടായിരുന്നത്. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതോടൊപ്പം എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. എല്ലായിടത്തും എൻട്രി ഫീസ് ഉണ്ട്. നമ്മുടെ വേദിക്ക് സഞ്ചാരികളെ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം അത്രയും നല്ല ഫീസ് തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. ഇവിടെ എന്ന് വെച്ചാൽ ഒരു 100 രൂപ ആയിട്ടുമാണ് തോന്നുന്നു ഒരാൾക്ക്. അപ്പോൾ ഇത് കുറേ ആൾ പോകുന്നതുകൊണ്ട് നമ്മൾ ബോർഡ് നോക്കിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. അതോടൊപ്പം നമ്മൾ കയറിയ സമയത്ത് കുറച്ച് നടന്ന ശേഷം കാണാൻ കഴിയുന്നത് ഗ്ലാസ് ഹൗസാണ്. ഗ്ലാസ് ഹൗസിൽ ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സാണ് കാണാൻ ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലെ ഫ്ലവേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. അതിനോടൊപ്പം പിന്നെ അവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫ്ലവേഴ്സിനെയും ചെടികളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ. നല്ലൊരു സ്ഥലം തന്നെ പറയുന്നത്. നമുക്ക് വേറെ വേർഡ്സ് കൊണ്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ വേർഡ്സിൽ നമുക്ക് അത്ര പെട്ടെന്ന് നമുക്ക് ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതിപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാക്കിയത്. പക്ഷെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കൽ ഭയങ്കര ഡിഫിക്കൽട്ടായൊരു പണി തന്നെയാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതൊക്കെ കാണിച്ചു തരാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് എൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കാരണം ഇതിൻ്റെ ഒന്നും പേര് ഇവിടെ നിന്ന് എഴുതി വെച്ചിട്ടില്ല, കാണാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അങ്ങനെയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നടക്കാൻ 55 ഏക്കർ എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയതാണ്. 55 ഏക്കർ എന്ന് പറയുമ്പോൾ ഞാൻ കുറേ എക്സ്പെക്ട് ചെയ്തത്. അത്രയും നല്ലോണം നടക്കാനുണ്ട്. നടന്നൊരു വീത്താവും. പിന്നെ നമ്മൾ റോസ് ഗാർഡനിൽ ഉണ്ടായതുപോലെ തന്നെ എക്സാക്റ്റ് അതല്ല, ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ട്. അവിടെ അറേഞ്ച് ചെയ്തിട്ട് ഫ്ലവേഴ്സിൻ്റെയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്താൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ മെയിൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആക്കിയ സെറ്റപ്പ് തന്നെയായിരുന്നു. പിന്നെ നിങ്ങൾ ഈ വീഡിയോ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും, ജസ്റ്റ് ഒരു ഡ്രോപ്പായിട്ട് ഉറ്റുന്നത്. അതാണ് അവിടെ ഉണ്ടായിരുന്നത്. മേത്ത് ഫുൾ വെള്ളമായിരുന്നു. നമ്മൾ മഴയത്ത് നടക്കില്ലേ, അതുപോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോസ് ഫുള്ളില്ല കേട്ടോ. ഗാർഡനിൽ ഫുള്ള് വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഏകദേശം അതിൽ ഒരുപാട് വ്യൂ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. കാരണം വെച്ചാൽ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് നമുക്ക് വീഡിയോസൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഓരോരോ ആളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വീഡിയോസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റത്. പക്ഷേ ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുത്ത് തരാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഞാൻ ഇതൊക്കെ കവറപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.